ഞാൻ ഡോക്ടർ കെ കുഞ്ഞമ്മദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. കഴിഞ്ഞ 16 വർഷത്തെ കൗൺസിലിംഗ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രക്ഷിതാക്കളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കമ്പയർ ചെയ്യരുത്. അതായത് അനിയത്തി പഠനത്തിൽ മോശമാണ്, ചേച്ചി പഠനത്തിൽ ഉഷാറാണ്. അപ്പം അനിയത്തിയോട് പറയാണ്, നീ ചേച്ചിയെ കണ്ട് പഠിക്ക്, ചേച്ചിയെ പോലെ ആകണം. ഇതേപോലെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ തന്നെ കമ്പാരിസൺ സ്ഥിരമായിട്ട് പല രക്ഷിതാക്കളും നടത്താറുണ്ട്. ഇനി കുടുംബത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അയൽവക്കത്തുള്ള കുട്ടികളെ കമ്പയർ ചെയ്യും, അതല്ലെങ്കിൽ കസിനെ വെച്ച് കമ്പയർ ചെയ്യും. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും രക്ഷിതാക്കൾ വിചാരിക്കും അതുകൊണ്ട് കുട്ടികൾ നന്നാവുന്നു. എന്നാൽ ഒരു കാരണവശാലും നന്നാവാൻ സാധ്യത ഇല്ലെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. കാരണം എവരി ഇൻഡിവിജ്വൽ ആർ യുണീക്ക്. ഓരോ വ്യക്തിയും ഒരു യുണീക്ക് പേഴ്സൺ ആണ്. അയാളെപ്പോലെ വേറൊരാൾക്കാവാനോ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് 9 ബുദ്ധികൾ ഉണ്ടാകാം എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഒരു കുട്ടി മാത്തമാറ്റിക്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് അരിത്തമെറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഇന്റലിജൻസ് നന്നായിട്ടുള്ള കുട്ടിയായിരിക്കും. എന്നാൽ ഒരു കുട്ടി നന്നായിട്ട് കവിത എഴുതുന്നു, കഥ എഴുതുന്നു, ഭാഷയിൽ വളരെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. എന്നാൽ ഒരു കുട്ടി സ്പോർട്സിലാണ് മികവ് കാണിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഈ 9 ബുദ്ധിയും മികച്ചതാവണമെന്നില്ല, എന്നാൽ അങ്ങനെയുള്ളതും ആവാം. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ വളരാൻ, അവരുടെ കഴിവുകൾ വെച്ച് വളരാനായിട്ട് നർച്ചറിങ്, പരിപോഷണം നടത്തിക്കൊണ്ട് നിങ്ങൾ കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൗൺസിലിംഗ് വന്ന ഒരു കുട്ടി പറഞ്ഞത്, സാറേ ഞാൻ എൻ്റെ കസിനെ കൊല്ലും. ഞാൻ ചോദിച്ചു, എന്തിനാടോ കസിനെ കൊല്ലുന്നത്? ക്രിമിനൽ കുറ്റമല്ലേ? പറഞ്ഞു, സാറേ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് അവനെ വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ. ഇനിയും ഇങ്ങനെ കമ്പാരിസൺ തുടരുകയാണെങ്കിൽ അവനെ ഞാൻ ആക്രമിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. ഇതാണ് കുട്ടികളുടെ മനസ്സ്. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്താനായിട്ട് ശ്രമിക്കുക. നല്ല മക്കളായിട്ട് ഓരോരുത്തരുടെ കുട്ടികളും വളരട്ടെ, സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ കുട്ടിയായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.